ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യപുത്രി എന്നൊരു കഥാഭാഗമാണ്. അത് എഴുതിയത് ലളിതാംബിക അന്തർജനം എന്ന് പറയുന്നൊരു എഴുത്തുകാരിയാണ്. നിങ്ങൾക്കറിയാം ലളിതാംബിക അന്തർജനം ഇന്നും അല്ലേ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പോൾ നമ്മുടെ പത്രത്തിലൊക്കെ അതേ ചില ഡോക്യുമെന്ററികളും എഴുതുന്ന കുറേ ചെറുകഥാ സമാഹാരങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ലളിതാംബിക അന്തർജനം ഇപ്പോൾ സമൂഹത്തിന്റെ ഓരോരോ നേരത്തെ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറും പിന്നെ ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, പല കഥകളിലൂടെയും കവിതകളിലൂടെയും വരച്ചു കാണിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മനുഷ്യപുത്രി. കാരണം മനുഷ്യപുത്രി എന്നുള്ള കഥ, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് എന്താണെന്ന് മിസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. മനുഷ്യപുത്രി എന്നത് ഒരു പണ്ടത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങൾ സോഷ്യൽ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ പണ്ട് ഒരു ദുരാചാരം അല്ലെങ്കിൽ ഒരു ആചാര വ്യവസ്ഥ എന്നൊക്കെ പറയാം അല്ലേ, ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നിലനിന്നിരുന്നു. അതായത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അടങ്ങുന്ന ഒരു ചെറിയൊരു വർഗ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നു. അത് പ്രകാരം ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ് ഉയർന്ന ജാതിക്കാർ, ശൂദ്രരും വൈശ്യരുമാണ് ഏറ്റവും താഴ്ന്ന ജാതിക്കാർ. അതിൽ നിന്നും എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ അടിയാളന്മാർ, ശൂദ്രർ എന്തെന്നും അറിയപ്പെട്ടു, അടിയാളന്മാർ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഈ അടിയാളന്മാര് സമരം ചെയ്ത്, അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളായ നമ്മുടെ ശ്രീനാരായണ ഗുരുജി പോലുള്ള ആളുകൾ, കുറെ രാജാറാം മോഹൻ റോയെ പോലുള്ള സോഷ്യൽ റിഫോമേഴ്സിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇടപെട്ടിട്ടാണ് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു 2025 നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് ഫ്രീഡം ഒക്കെ കിട്ടിയ ഒരു സമയമാണ്. നമുക്ക് അറിയാം, നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ എഴുതപ്പെട്ട ഭരണഘടനയിൽ അംബേദ്കർ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്. ഓരോ വ്യക്തിക്കും 18 വയസ്സ് പൂർത്തിയായി നമുക്ക് സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസം നമുക്കിന്നുണ്ട്. ഓക്കെ മിസ് ഇപ്പൊ പറയാൻ കാരണം, പണ്ട് കാലത്ത് ഈ മനുഷ്യപുത്രി എന്ന് പറയുന്ന കഥ എഴുതിയ സമയത്ത് ജാതി വ്യവസ്ഥ മൂർധന്യത്തിലായിരുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് രചിക്കപ്പെട്ടതാണ് ഈ ഒരു കഥ. ഈ കഥ എഴുതിയത് ലളിതാംബിക അന്തർജനാണ്. അപ്പൊ ആരാണ് എഴുതിയെന്ന് ക്വസ്റ്റ്യൻ വരും. ലളിതാംബിക അന്തർജനം. പിന്നെ ലളിതാംബിക അന്തർജനം അന്നത്തെ സാമൂഹിക വ്യവസ്ഥ ഈ കഥയിലൂടെ ചിത്രീകരിക്കുന്നത് എങ്ങനെ, അതൊരു ക്വസ്റ്റ്യൻ വരും. അതൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ആണ് മിസ് കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. ഈ ചോദ്യവും നിങ്ങൾ ശ്രദ്ധിക്കുക, ആൻസർ മിസ് കഥയായിട്ട് നമ്മുടെ കണ്ടന്റും നിങ്ങൾ അറിയണം, ഉള്ളടക്കം എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഗോവിന്ദൻകുട്ടി എന്ന് നമ്മൾ മിസ് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിന്റെ ഒരു കണ്ടന്റ് ആണ് പറയുന്നത്. ആരാണ് എന്താണെന്നൊക്കെ അറിയണ്ടേ, എന്നാലും നമുക്ക് മിസ് പാഠം അങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താവും, പെട്ടെന്ന് കഥ മനസ്സിലാവും. ഇതിന്റെ പ്രധാന കഥാപാത്രം ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഗോവിന്ദൻകുട്ടി ഈ ശൂദ്രൻ എന്ന് പറയുന്ന, അത് മിസ് നേരത്തെ പറയാൻ എന്താ കാരണം, ഈ ഗോവിന്ദൻകുട്ടി ഏത് ജാതിയിലാണെന്ന് പറയണമെങ്കിൽ മിസ്സിന് ജാതി വ്യവസ്ഥ എന്താ നിങ്ങളോട് പറയണം, എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് മിസ് ഫസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വെച്ചത്. അപ്പൊ നമ്മുടെ ഈ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആള് ശൂദ്ര സമുദായത്തിൽപ്പെട്ട അടിയാളന്മാർ പറഞ്ഞു താഴെക്കടിയുള്ള ജാതിയിൽപ്പെട്ട ഒരാളാണ് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്, ഈ കഥയിലുള്ള കഥയാണ് മിസ് പറയുന്നത്, അതായത് നമ്മുടെ ആശയവിശകലനാണ്, ആസ്വാദന കുറിപ്പാണ്. ഗോവിന്ദൻകുട്ടി ആരാണ് പ്രധാന കഥാപാത്രം, ഗോവിന്ദൻകുട്ടി. അത് 1 വേർഡ് ക്വസ്റ്റ്യനും ആണ്. അപ്പൊ ക്വസ്റ്റ്യനും ആൻസറും ആസ്വാദന കുറിപ്പും ഒക്കെ മിസ്സിന് ഒരു ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്, ശ്രദ്ധിക്കാം. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഗോവിന്ദൻകുട്ടി എന്ത് ചെയ്യുന്നു, ഗോവിന്ദൻകുട്ടി അത്യാവശ്യം പഠിക്കാനൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷെ ആ സമൂഹത്തിലെ ആ ഒരു ദുരാചാരം ഉള്ളിടത്തോളം കാലം അടിയാളന്മാർക്ക് എന്തിന് അവകാശമല്ല, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമല്ല. അപ്പോഴാണ് നമ്മളെ ഇപ്പോഴത്തെ ഭരണഘടന അവകാശങ്ങളെ മിസ് പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഗോവിന്ദൻകുട്ടി വളർന്നിരുന്ന കാലഘട്ടത്തിൽ എന്താണ്, ഇല്ലം, ആത്തോലമ്മമാര്, ബ്രാഹ്മണന്മാര്, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ. അപ്പൊ ഗോവിന്ദൻകുട്ടിയുടെ അമ്മയും അച്ഛനും ആരുടെ ആശ്രിതരായിരുന്നു, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇല്ലത്തെ വലിയൊരു മുതലാളിയുടെ ആശ്രിതന്മാരായിരുന്നു ആര്, നമ്മുടെ ഗോവിന്ദൻകുട്ടിയും കുടുംബവും. അങ്ങനെ എന്നിരുന്നാലും ഈ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരൊക്കെ ഈ അന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു ക്ഷേത്ര ഭരണ സമിതിയായി ബന്ധപ്പെട്ട ആൾക്കാർ. അപ്പൊ ഇവർ വലിയ ഉയർന്ന നിലയിലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവർ ക്ഷേത്രമായി ബന്ധപ്പെട്ട, ഇവർക്ക് ഇല്ലം, ഇവർ താമസിക്കുന്ന വലിയ തറവാടുകളുണ്ട്, കുറേ റൂമൊക്കെ ഉള്ള തറവാട്. ഇപ്പോഴും അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ദേവാസുരം, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ ദേവാസുരം? അതിലൊക്കെ വലിയൊരു തറവാടില്ലേ, മോഹൻലാൽ ഇരിക്കുന്ന വലിയ
നമ്മുടെ വലിയ ഡയലോഗ് പറയുന്ന ഇവള് നൃത്തം ചെയ്യുന്നത് കണ്ടില്ലേ, അത് അങ്ങനത്തെ വലിയ തറവാടുകൾ, അതാണ് ഇല്ലം എന്ന് പറയുന്നത്. അവർക്ക് ഇല്ലം തന്നെയാണ്, അതാണ് ഷൂട്ടൊക്കെ എപ്പോഴും അതെത്രയോ കറക്റ്റായിട്ട് ഇപ്പോഴും അത് നല്ലപോലെ മിനുക്കി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ എന്താ ചരിത്ര സ്മാരകങ്ങളായി നിലനിർത്തുന്ന ചില ഇല്ലങ്ങളുണ്ട് ഇപ്പോഴും. അങ്ങനത്തെ ഇല്ലത്ത് താമസിക്കുന്ന ആത്തോലമ്മമാർ, അപ്പൊ സ്ത്രീകളെ അന്തർജനങ്ങൾ എന്നും ആത്തോലമ്മമാരെന്നുമാണ് പറയുന്നത്. ആത്തോലന്മാർക്ക് ഒരു ഭർത്താവ് ഉണ്ടാവും, അത് അവിടുത്തെ ആരായിരിക്കും, കാര്യപ്പെട്ട മുതലാളി ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്പൂതിരി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോവിന്ദൻകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ജോലിക്കാരായിരുന്നു. അവിടെ പാട്ടത്തിനടുത്ത് കുഞ്ഞു കുടിൽ കെട്ടി താമസിക്കുന്ന ആൾക്കാരാണ് ഗോവിന്ദൻകുട്ടി. അങ്ങനെ പിന്നീട് മിസ് കഥ വായിക്കും അങ്ങ് മനസ്സിലാവും, എങ്കിലും കണ്ടന്റ് ജസ്റ്റ് പറയാൻ, ഗോവിന്ദൻകുട്ടി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ, ഗോവിന്ദൻകുട്ടി കുഞ്ഞായി ജനിച്ചു. ഗോവിന്ദൻകുട്ടി 10, 50, 50, 60 വയസ്സായി. വർഷങ്ങൾ കടന്നു, 60, 70 വർഷങ്ങൾ കടന്നുപോയി. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്തനം നടന്നു. എന്തായി, നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആര്, നമ്മുടെ ഇവരൊക്കെ അല്ലേ, നമ്മുടെ പട്ടികജാതി പട്ടികവർഗ അങ്ങനത്തെ ഉള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക, താഴെയുള്ള ജനങ്ങൾക്ക് ഉയർന്നു വരാനുള്ള അവർക്ക് സംവരണത്തിന് സീറ്റുകൾ, അങ്ങനെ പല പ്രശ്നങ്ങളും നടന്നു. അറ്റ് ലാസ്റ്റ് എന്തായി മാറി, നമ്മുടെ എല്ലാവരും തുല്യരായി അവകാശമുള്ളവരായി മാറി. അപ്പം നടന്നൊരു നെഗറ്റീവായ എന്താണെന്നറിയോ, നെഗറ്റീവല്ല, അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇല്ലങ്ങളെല്ലാം സമ്മതിച്ചില്ല. ഇല്ലങ്ങളിലെ ഈ ഒരു കുത്തക അവകാശം സമ്മതിക്കില്ലല്ലോ. തൊഴിലാളി വർഗം കൊണ്ട് എല്ലാം അടിച്ചമർത്തി തൊഴിലാളി പ്രസ്ഥാനം ഉയർന്നു വന്ന മുതലാളിമാരങ്ങട് എന്തായി മാറി, ഇല്ലാതെയായി. അങ്ങനെ മാറിയ ചില ഇല്ലങ്ങളിലെ നമ്പൂരിമാരുടെ ഒരു കുടുംബത്തിലെ കഥയാണിത്. അതൊരു പക്ഷെ സംഭവിക്കണം, കാരണം പക്ഷെ അവിടങ്ങളിൽ നല്ല നല്ല ആത്തോലമ്മമാരുണ്ടായിരുന്നു, നല്ല സ്ത്രീകൾ ഉണ്ടായിരുന്നു. കുത്തക അവകാശ ആണുങ്ങൾക്കാണെങ്കിലും ഈ അമ്മമാർക്ക്, അങ്ങനെയുള്ള ആത്തോലമ്മയ്ക്ക് ആ നമ്പൂതിരി ഇല്ലത്തെ വലിയ അമ്മല്ലേ, ആ അമ്മക്ക് ആരെ ഇഷ്ടമായിരുന്നു, ഗോവിന്ദൻകുട്ടിയെ ഇഷ്ടമായിരുന്നു. മീൻസ് അവനെ പഠിപ്പിക്കാനും അവനെ നോക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ഈ അമ്മ രഹസ്യമായിട്ട് ആ കുട്ടിയെ എന്ന പോലെ നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ നോക്കലുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, ജാതി വ്യവസ്ഥ ഇല്ലാതെയായി, ഇല്ലങ്ങളൊക്കെ ഇല്ലാതെയായി, ഈ നമ്പൂരിമാരൊന്നും അങ്ങനത്തെ വ്യവസ്ഥകളൊക്കെ അങ്ങനെ ഒരു ദുരാചാരങ്ങളൊക്കെ എടുത്തു മാറ്റിയപ്പോൾ അങ്ങനെ അപ്പം ഈ ഇല്ലത്തിന് ഗോവിന്ദൻകുട്ടി അറിയുന്ന ഇല്ലുണ്ടല്ലോ, അത് തകർന്നു പോയി, ആ ഇല്ലു. അപ്പം ആ അമ്മ ഒക്കെ വഴിയാധാരായിപ്പോയി. അറ്റ് ലാസ്റ്റ് ഗോവിന്ദൻകുട്ടി വലിയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുമ്പോൾ ചെറിയ എന്തോ ഒരു സഹായത്തിന് വേണ്ടി ഈ അമ്മ പുറത്ത് വരികളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാണാൻ എന്ത് ചെയ്യും, മുറ്റത്ത് കുറേ വരി ഉണ്ടാവും. അപ്പം ഈ അമ്മയെ ആര് കാണുന്നു, ഗോവിന്ദൻകുട്ടി കാണുമ്പോൾ അവന് ഓർമ്മകൾ വരും, അയ്യോ എൻ്റെ ഇല്ലത്ത് ഞാൻ പണ്ട് നിന്ന് എന്നെ നോക്കിയ അമ്മയാണല്ലോ. അപ്പോൾ ആ ദുരാചാരം തകർന്നു പോയെങ്കിൽ ഇങ്ങനെയുള്ള ചില നല്ല നല്ല ആളുകൾ അതിലിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മേനെ കാണുമ്പോൾ ഗോവിന്ദൻകുട്ടി സങ്കടമായിട്ട് ആ അമ്മയെ ചേർത്ത് പിടിക്കുന്നത്, എൻ്റെ അമ്മയായി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹവും ഓക്കെ, അതാണ് നമ്മുടെ കഥ മനുഷ്യപുത്രി. അപ്പം ആരാണ് ഇവിടെ മനുഷ്യപുത്രി? നമ്മുടെ ആത്തോലമ്മ, അവരാണ് ഇവരെ മനുഷ്യപുത്രി. അപ്പം അതാണ് നമ്മുടെ കഥ. മിസ് ജസ്റ്റ് വായിക്കാവേ. മനുഷ്യപുത്രി, ഒന്നാമത്തെ ചോദ്യം മിസ് നിങ്ങളോട് ചോദിക്കുകയാണെ, നമ്മുടെ ഈ മനുഷ്യപുത്രി എന്ന കഥ എഴുതിയത് ആരാണ്? ഓക്കെ, ലളിതാംബിക അന്തർജനം. നെക്സ്റ്റ്, ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം. എന്തുകൊണ്ടാണ്, ഏത് വ്യവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ ലളിതാംബിക അന്തർജനം തുറന്നു കാട്ടുന്നത്? നിങ്ങൾ എന്താ ആൻസർ പറയും? ജാതി വ്യവസ്ഥ. ഓക്കെ, അവസാനം ഗോവിന്ദൻകുട്ടി ഏത് ഘട്ടത്തിലേക്കാണ് പോയത്? ഏത് ഘട്ടത്തിൽ ജീവിക്കുന്ന ആളായി മാറി? പുതിയ ലോകത്തിലെ ഒരു രാഷ്ട്രീയക്കാരനായി മാറി ഗോവിന്ദൻകുട്ടി. അപ്പൊ ഇത് 3-4 ക്വസ്റ്റ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പാഠം വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, ഒരു നീണ്ട യാത്ര കഴിഞ്ഞ്, അതായത് ലളിതാംബിക അന്തർജനത്തിൽ താഴെ കൊടുക്കുക, മനുഷ്യപുത്രിയെ താഴെ. ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് തളർന്നുലഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മണി 3 ആയിരിക്കുന്നു. ആരാണ് യാത്ര കഴിഞ്ഞ് വന്നത്? ഗോവിന്ദൻകുട്ടിയാണ് പറയുന്നത് കേട്ടോ. അവൻ മിസ്സിന് ഇങ്ങനെ പറയണമെങ്കിൽ ആദ്യം കഥ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ എന്ത് മനസ്സിലാവുള്ളൂ, ഈ ഒരു സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈ 4:30 കമ്മിറ്റി മീറ്റിംഗ്. 1 മണി 6:15 7 സുപ്രധാന ചില സന്ദർശനത്തിനും പോകാനുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഒരു വിരുന്നുണ്ടല്ലോ. ഭ്രാന്ത് പിടിച്ച ഈ ജോലി തിരക്കുകൾക്കിടയിൽ എനിക്കൊരു ഒരു സന്ദർശന മുറിയിലൊന്നും ഇരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഇതൊരാൾ ആത്മകഥ കേട്ടോ. അപ്പോൾ അതാരായിരിക്കും? ഗോവിന്ദൻകുട്ടിയുടെ ആത്മകഥത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു കഥ തുടങ്ങുന്നത്. ഒരു മനുഷ്യനല്ലേ കല്ല് ഇരുമ്പ് കൊണ്ട്, ഞാനൊരു മനുഷ്യനല്ലേ, കല്ല് ഇരുമ്പ് കൊണ്ടൊന്നും എന്നെ അല്ലല്ലോ ഉണ്ടാക്കിയതല്ലല്ലോ എന്നെ, എങ്കിലും മണിക്കൂറുകൾക്ക് 60 മിനിറ്റ് വെച്ച് പായുന്ന ഈ സമയത്തിനൊപ്പം ഓടിയെത്താൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഓട്ടം തന്നെ ഓട്ടം, മത്സരിച്ച ഓട്ടം, സന്ദർശനം, പിന്നെ ഈ മാരത്തോൺ മത്സരത്തിൽ ചേരേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് വരുന്ന തിരക്കുകളാണ് ഇതിൽ പരാമർശിക്കുന്നത്. ഓഫീസ് മുറിയിലെ കസാരയിൽ ചെന്ന് വീണപ്പോൾ വല്ലാത്തൊരു തലവേദന. ഒന്ന് കുളിക്കാനോ ഉണ്ണുകയോ അപ്പോഴാണ് കുളിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല
ഓർമ്മ വന്നത്. നിത്യജീവിത ചര്യങ്ങൾ കൃത്യത പാലിക്കാൻ തനിക്ക് കഴിയാറില്ല. ആഹാരം, നിദ്ര, വിശ്രമം എപ്പോഴാണെങ്കിലും എന്നേ ഉള്ളൂ. എന്തിന് കാണാൻ കൊതിച്ചുണ്ടായി കുഞ്ഞിനെ പോലും ഒരു നേരെ ചൊവ്വെ കാണാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ ആത്മകഥകൾ എന്തൊക്കെയാണല്ലോ ചോദ്യം ചോദിച്ചാൽ എന്ത് നിങ്ങൾ ഉത്തരം എഴുതും? ജീവിതത്തിൽ നെട്ടോട്ടപ്പാച്ചിലാണല്ലോ, മത്സര ഓട്ടമാണല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ലല്ലോ, എനിക്ക് വസ്ത്രം മാറ്റിയിടാനും സമയമില്ലല്ലോ, എൻ്റെ ആറ്റുനോറ്റി കാണാൻ കൊതിച്ചൊരു കുട്ടി ഉണ്ട്, അപ്പം അതിനെ കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള ചിന്തകളാണ് ഗോവിന്ദൻകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയതെന്നാണ് നിങ്ങൾ